കറൻസി വില ഇടിവിനെ തുടർന്ന് ഇറാനിൽ ജനകീയ പ്രതിഷേധം മൂന്നാം ദിവസവും തുടരുന്നു. $1 42,000-ലേറെ ഇറാൻ റിയാൽ നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് ടിയർ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വന്നു. കറൻസി വില വൻതോതിൽ ഇടിഞ്ഞതിനെ തുടർന്നാണ് പ്രക്ഷോഭം രൂക്ഷമായത്. മൂന്നാം ദിവസവും ജനങ്ങൾ തെരുവിലിറങ്ങി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വൻതോതിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിനെ ടിയർ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വന്നു. 42,125 ഇറാനിയൻ റിയാൽ നൽകിയാൽ മാത്രമാണ് $1 ലഭിക്കുക. 467 റിയാലാണ് ഇന്ത്യൻ രൂപ ലഭിക്കാൻ നൽകേണ്ടത്. പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര ബാങ്ക് മേധാവി രാജിവെച്ചിരുന്നു. പ്രക്ഷോഭകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന ഭീഷണിയാണ് അയത്തള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പ്രക്ഷോഭം വൻതോതിൽ വ്യാപിക്കുകയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.